ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം വീണ്ടും ഇങ്ങനൊരു അവസരം തന്നതിനായിട്ട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആർ വി ലീഡിങ് എ ലൈഫ് ലൈക്ക് ജീസസ്? യേശു നമ്മളോട് ജീവിക്കാൻ പറഞ്ഞ രീതിയിലുള്ള ജീവിതം നമ്മൾ നയിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ശോധന ചെയ്ത് അവരവരെ തന്നെ ഒരു സമയം എടുത്തു വെച്ച് അവരവരെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഞാൻ ഹംബ്ലി റിക്വസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് അന്ത്യകാലം അടുത്തുകൊണ്ട് നിൽക്കുന്നു. അവരവരുടെ ജീവിത രീതി ഭൂമിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊന്ന് ശോധന ചെയ്താൽ അവർ ജീവിക്കുന്ന വഴി യേശു പറഞ്ഞ വഴിയാണോ അല്ലേ എന്നൊന്ന് ചിന്തിക്കാം. വചനപ്രകാരം 1 Petrus 2:21 ഇങ്ങനെ പറയുന്നു, For to this you have been called, because Christ also suffered for you, leaving you an example so that you might follow in his steps. യേശു സാക്രിഫൈസ് നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ വീര്യപ്രവൃത്തി, ആ ചെയ്ത വലിയ സാക്രിഫൈസ് അല്ലെങ്കിൽ ദൈവം കൊടുത്ത ആ വലിയ വിലയെ നിങ്ങൾ ഓർക്കാറുണ്ടോ? യേശു നമുക്ക് വേണ്ടി വന്ന് മരിച്ചത് നിങ്ങൾ ഓർക്കാർ ഇല്ലെങ്കിൽ, ലെറ്റ് മീ സേ ദാറ്റ് യു ആർ ഇൻ എ ബിഗ് ട്രബിൾ. നിങ്ങൾ ജഡപ്രകാരമാണെന്ന് എനിക്ക് പറയേണ്ടതായിട്ടുള്ളതുണ്ട്. നിങ്ങളുടെ ജീവിത രീതി ജഡപ്രകാരമുള്ളതായിരിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ യേശു കൊടുത്ത വിലയോ അല്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ആ വിലയോ നിങ്ങൾ ഓർക്കാറുണ്ടോ ഇല്ലയോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജഡപ്രകാരമുള്ള ജീവിതമാണ് നയിക്കുന്നത്. പത്രോസ് 2:21 പറയുന്നു, ബിക്കോസ് ക്രൈസ്റ്റ് ഓൾസോ സഫേർഡ് ഫോർ യു. യേശു നമുക്ക് വേണ്ടി ആ ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി സഫർ ചെയ്ത അത് നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമല്ലല്ലോ, അത് വലിയൊരു കാര്യമാണല്ലോ. യേശു പറഞ്ഞു, പത്രോസ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു ഒരു എക്സാമ്പിളായി നമുക്ക് വേണ്ടിയിട്ട്. എന്തിന്? നമുക്ക് യേശുവിൻ്റെ പാത പിന്തുടരുവാൻ, യേശുവിനെ ഫോളോ ചെയ്യുവാൻ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? കാരണം നമ്മൾ യേശുവിൻ്റെതാണെന്ന് പറയുവാണെങ്കിലും 1 യോഹന്നാൻ 2:6 പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പം നമ്മൾ യേശുവിൻ്റെതാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ നടന്നത് അതേപോലെ തന്നെ നടക്കേണ്ടതായിട്ടുള്ളതുണ്ട്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ആലോചനകൾ, വാട്ട് ഈസ് യുവർ ഫ്രൂട്ട്, വാട്ട് ഈസ് ദ ഫ്രൂട്ട് ദാറ്റ് യു ആർ പ്രൊഡ്യൂസിങ് ഫ്രം ദ ലൈഫ്. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാണെങ്കിൽ നിങ്ങൾ ആ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, നിങ്ങൾ ആ ഫലം കായ്ക്കുന്നവരാണോ എന്ന് തന്നെ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. അങ്ങനെ ശോധന ചെയ്ത് നിങ്ങൾ, ഇഫ് യു ആർ നോട്ട് പ്രൊഡ്യൂസിങ് ദ ഫ്രൂട്ട്, യു ആർ ലെഡ് ബൈ ദ ഫ്ലെഷ് ആൻഡ് നോട്ട് ബൈ ദ സ്പിരിറ്റ്. ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത്, ഞങ്ങൾ ഈ ഭൂമിയിൽ എന്തിനാ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്നിട്ട് for the sake of being created, they are just living in the world knowing that Christ died for us and nothing to do, not following his path. അല്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടിയിട്ട് എന്താണോ ഉദ്ദേശിച്ച ഒരു പ്രീ ഡെസ്റ്റിൻഡ് അല്ലെങ്കിൽ ഒരു പ്രീ ഓർഡൈൻഡ് വർക്ക് നമുക്ക് ദൈവം പ്ലാൻ ചെയ്ത് വെച്ച പേർപ്പസ് അതെന്താണെന്ന് ആലോചിക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ദൈവത്തിനോട് ചോദിക്കാതെ വണ്ണം പോകുന്ന ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിനോട് ചോദിക്കണം, നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത്, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ, നമ്മൾ എന്തിനാണ് ആയിരിക്കുന്നത്, നമ്മുടെ മെയിൻ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ ഇല്ലയോ? ഈ ഭൂമിയിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്?
ഭൂമിയല്ല നമ്മുടെ വീട്, നമ്മുടെ ശാശ്വത ഭവനം ഈ ഭൂമിയല്ല. ഹീബ്രൂസ് 13:14 പറയുന്നു, ഫോർ ദിസ് വേൾഡ് ഇസ് നോട്ട് അവർ ഹോം, വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു അവർ എവർലാസ്റ്റിംഗ് ഹോം ഇൻ ഹെവൻ. ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മൾ ഈ ഭൂമിയിലാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ച് നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത്? താൽക്കാലികമായി ജഡത്തിൽ ദൈവം സൃഷ്ടിച്ച നമ്മുടെ ആത്മാവിനെ ജഡത്തിലേക്ക് താൽക്കാലികമായി ഇട്ടിരിക്കുന്നു. എന്തിന്? ദൈവത്തിൻ്റെ വീര്യ പ്രവൃത്തി, പ്രീ ഡെസ്റ്റിൻ, പ്രീ ഓർഡെയിൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഹീബ്രൂസ് 13:14 പറയുന്നത്, ഫോർ ദിസ് വേൾഡ് ഇസ് നോട്ട് അവർ ഹോം. ഈ ഭൂമി നമ്മുടെ ഭവനമല്ല, ഇതൊരു താൽക്കാലികമായ ഭവനമാണ്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു അവർ എവർലാസ്റ്റിംഗ് ഹോം ഇൻ ഹെവൻ. അപ്പോൾ നമ്മുടെ എവർലാസ്റ്റിംഗ് ഹോമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാറുണ്ടോ ഈ ഭൂമിയിൽ? മത്തായി 6:33 പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ആർ വി സീക്കിംഗ് ദ ഹെവൻ ഓർ ആർ വി സീക്കിംഗ് ദി എർത്ത് ഫസ്റ്റ്? ഹല്ലേലൂയ, സ്തോത്രം. കാരണം പല ആൾക്കാരും അവരറിയുന്നില്ല, അവരുടെ ജീവിത രീതിയിൽ അവർ ജീവിക്കുന്ന രീതി അവർക്ക് പോലും അവർക്ക് അറിയുന്നില്ല. കാരണം വചനം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, റോമർ കേറിയ അധ്യായത്തിൽ പറയുന്നുണ്ട്, that do not copy the behavior and custom of this world, but let God transform you into a new person by changing the way you think. അപ്പോൾ അതിൽ ദൈവം ക്ലിയർ ആയിട്ടൊന്ന് പറയുന്നുണ്ട്, that do not conform the patterns of the world. ഈ ഭൂമി എങ്ങനെയാണോ പോകുന്നത് അതേപോലെ നമ്മൾ കോപ്പി അടിച്ച് ആ രീതിയിൽ നമ്മൾ ജീവിക്കാനല്ല വചനം പറയുന്നത്. but be transformed and let us have a renewal of the mind through Lord Jesus Christ. എന്നാലാണ് നിങ്ങൾക്ക് യേശു ഉദ്ദേശിക്കുന്ന ജീവിത രീതിയിലേക്ക് നിങ്ങൾക്ക് നയിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. സോ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ റോമക്കേറിയ അധ്യായം 8:13 പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദിസ് ഇസ് വാട്ട് ദ സ്ക്രിപ്ചർ സേസ്. ജഡപ്രകാരമുള്ള ജീവിതമാണെങ്കിൽ നിങ്ങൾ നയിക്കുന്നെങ്കിൽ അത് മരിക്കും നിശ്ചയം. അതാണ് വചനം പറയുന്നത്. ഇപ്പോൾ ആത്മാവിന്റെ ഫലം എന്താ? ലൈഫ് ആൻഡ് പീസ്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് സേസ് ഇൻ സ്ക്രിപ്ചേഴ്സ്. ജഡപ്രകാരമുള്ള ജീവിത രീതി നിങ്ങൾ ഒഴിവാക്കി ആത്മാവിൻ്റെ ജീവിത രീതിയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുവാൻ ഞാൻ നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ ജീവിക്കുന്ന രീതി കറക്റ്റാണോ അല്ലെന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ദൈവമേ, ഞാൻ ഏത് രീതിയിലാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുവാണെങ്കിൽ ആർ യു പ്രൊഡ്യൂസിങ് എനി ഫ്രൂട്ട് ഫോർ ദ കിങ്ഡം? നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഫ്രൂട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ഗോഡ് വിൽ ആസ്ക്. കാരണം നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് പർട്ടിക്കുലർ ഒരു പേർപ്പസ് വേണ്ടിയിട്ട്, ഒരു പ്രീ ഓർഡെയിൻഡ് അല്ലെങ്കിൽ പ്രീ ഡെസ്റ്റിൻഡ് പേർപ്പസിന് വേണ്ടിയിട്ട് ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത്. അത് നിങ്ങൾ അറിയാതെ പോകരുത്. God have already chosen us. നമ്മളെ മക്കളാക്കി തീർത്തു ഓൾറെഡി ദൈവം ഒരു വലിയ വില നമുക്ക് വേണ്ടി കൊടുത്തെങ്കിൽ നമ്മളും ഒരു വില ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ സുവിശേഷം മറ്റുള്ള ആൾക്കാർ അറിയിക്കുവാൻ നിങ്ങൾ ചെയ്യണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് ശോധന ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ വർക്കിംഗ് സ്ഥലം, നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലും So I humbly request you to question yourselves to know whether you are walking as Jesus have asked us to do. Hallelujah. ഞാനൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാനിവിടെ അവസാനിക്കാനായിട്ട് പോകുന്നു. Hallelujah. Thank you, Lord Jesus. Thank you for the wonderful time that you have given for me, Father, Lord Jesus. Lord, we praise your name, we glorify your name, we adore your name, Lord Jesus. Lord, whatever I have said, let the people know about it, Father, Lord Jesus. As you said in the scriptures that your word is double-edged sword.
Let them divide their soul and the spirit, and let them have their understanding. Let them have the discerning spirit, Lord Jesus. Let them have an understanding the way that they live in this world. Is it glorifying your name? Scripture says, whatever we do, let it be glorified, Lord Jesus Christ. നിങ്ങൾ കഴിക്കുമ്പോഴും നിങ്ങൾ കുടിക്കുമ്പോഴും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക. അങ്ങനെ ഉയർത്തുണ്ടോ ഉണ്ടോ ഇല്ലേ നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരുന്നുണ്ടെന്നുള്ള നിങ്ങളുടെ കാര്യം നിങ്ങൾ ചിന്തിക്കുക. Hallelujah. Lord, I pray, I bless them, Lord Jesus. Guide them, Lord Jesus, to do your will, Father, Lord Jesus. I bless the people who have heard my voice, Lord Jesus, and thank you so much for protecting us in the mighty, unmatchable name of the Lord Jesus Christ. Amen.